ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ നമുക്കിന്ന് മുട്ട കൊണ്ട് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാലോ? ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൊടിമുട്ടയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നേ. ഞാൻ ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കൂട്ടിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കി എടുത്താലോ. അപ്പം അതിനായിട്ട് ഞാൻ മല്ലിയും കുരുമുളകും പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇത് 3 കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിമുട്ടയിലെ മെയിൻ താരമായ ഈ പുതിനയില കേട്ടോ. അപ്പം ഇതിനെയും കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതിയേ. അതിനുശേഷം അതൊന്ന് ഓഫ് ചെയ്ത് ഒന്ന് ആറിത്തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതങ്ങ് പൊടിച്ചെടുക്കാവേ. അങ്ങനെ ഇത് പൊടിച്ചൊക്കെ കഴിഞ്ഞ് ഇത് തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വല്ലാത്തൊരു അടിപൊളി സ്മെല്ലാട്ടോ. പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇതിലേക്ക് ഒരു സവാള ആവശ്യം കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ഞാൻ കുഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിമുട്ട തയ്യാറാക്കിയാലോ. ഒരു പാൻ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഇട്ടാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയിൽ അത് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുത്ത് പീസായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ അത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാവേ. പിന്നെ കുഞ്ഞു അരിഞ്ഞ സവാളയില്ലേ അതും കൂടെ ആ സൈഡിലോട്ട് ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം കേട്ടോ. അത് അധികം ഒന്നും വാടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പൊടിയില്ലേ അതും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണേ. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇതൊരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്യുവാണേ. അങ്ങനെ നമ്മുടെ പൊടിമുട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണുന്ന ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.